കമ്മ്യൂണിസത്തിൽ നിന്ന് ഹ്യൂമനിസത്തിലേക്ക് വളരെ മുൻപ് തന്നെ എത്തിച്ചേർന്ന കവിയാണ് അക്കിത്തമെന്ന് സാഹിത്യകാരൻ ഡോക്ടർ ആർസു. തപസ്യയുടെ മഹാകവി അക്കിത്തം ജന്മശതാബ്ദി ആഘോഷം കോഴിക്കോട് കേസരി ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുടർന്ന് നടന്ന കാവ്യാർച്ചനയുടെ ഉദ്ഘാടനം കവി പി ശ്രീധരനുണ്ണി നിർവഹിച്ചു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് അക്കിത്തം ജന്മശതാബ്ദിയുടെ ഭാഗമായി തപസ്യ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. 1926 മാർച്ച് 18 പാലക്കാട് ജനിച്ച അക്കിത്തം 1984 മുതൽ 1999 വരെയുള്ള 1.5 പതിറ്റാണ്ട് തപസ്യ കലാസാഹിത്യവേദിയുടെ അധ്യക്ഷനായിരുന്നു. പിന്നീട് മരണം വരെ രക്ഷാധികാരിയായി തുടർന്നു. സർവാത്മവാദമാണ് ഭാരതീയ ദർശനമെന്ന് തിരിച്ചറിഞ്ഞ കവിയാണ് അക്കിത്തമെന്നും കമ്മ്യൂണിസത്തിൽ നിന്ന് ഹ്യൂമനിസത്തിലേക്ക് വളരെ മുമ്പ് തന്നെ അദ്ദേഹം എത്തിച്ചേർന്നെന്നും ആഘോഷം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ആർസു പറഞ്ഞു. അദ്ദേഹത്തിന്റെ കവിത ഒരു പ്രകോപനത്തിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ രചനകളെ കുറിച്ചൊക്കെ പലർക്കും പ്രേരണ എന്ന് പറയുന്നത് കോമള ഭാവനകളിൽ നിന്നൊക്കെ ആയിരിക്കാം. ക്ഷേത്രത്തിന്റെ ചുമരിൽ ചിലർ ആഭാസങ്ങളൊക്കെ എഴുതിയപ്പോൾ അതിൽ മാനുഷാത പറയാൻ പണ്ട് വാൽമീകി ഉണ്ടായിരുന്നത് പോലെ ഇദ്ദേഹം ഒരു പ്രതികരണം എഴുതി. ആ പ്രതികരണം അതിൽ കവിതയുടെ വിത്തുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ചില ബന്ധുക്കൾ കണ്ടെത്തുകയും ഇത് എൻ്റെ വഴിയാണ് എന്ന്, ഈ വഴിയിൽ മുന്നേറിയാൽ കൊള്ളാമെന്നും ഒക്കെ അന്ന് അദ്ദേഹത്തിന് തോന്നിയത്. പരിപാടിയുടെ ഭാഗമായി കാവ്യാർച്ചനയും നടന്നു. കവി പി ശ്രീധരനുണ്ണി ഉദ്ഘാടനം ചെയ്തു. വാസ്തവത്തിൽ അക്കിത്തത്തിന്റെ കവിതകളാണ്. കാരണം അദ്ദേഹത്തിന്റെ ഈ ദാർശനിക ബോധം അത് നമ്മുടെ ബോധമാണ്, നമ്മുടേത് മാത്രമായ ബോധമാണ്, നമ്മൾ ആവിഷ്കരിക്കേണ്ട ബോധമാണ് എന്നുള്ള ഒരു എളിയ ചിന്ത എന്നും എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അക്കിത്തത്തോടൊപ്പം നടക്കുമ്പോൾ ഞാനല്ലാതായി മാറുന്നത് എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. തപസ്യയെ ജനകീയമാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ് ജ്ഞാനപീഠ ജേതാവ് കൂടിയായ അക്കിത്തം. അക്കിത്തത്തിന്റെ നേതൃത്വത്തിൽ കന്യാകുമാരി മുതൽ ഗോകർണം വരെയും അനന്തപുരം മുതൽ അനന്തപുരി വരെയും നടന്ന 2 തീർത്ഥയാത്രകളാണ് തപസ്യയെ ജനകീയമാക്കിയത്. അക്കിത്തത്തിന്റെ ജന്മശതാബ്ദി വിപുലമായി ആചരിക്കാനാണ് തപസ്യയുടെ തീരുമാനം. എം ശ്രീഹർഷൻ, ഡോക്ടർ ഗോപി പുതുക്കോട് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി KT രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനം, കോഴിക്കോട്.